എങ്ങോട്ട്? കലോത്സവത്തിന്. ഞാനൊന്നും വന്നില്ല. ഇതെന്താണത്? ഇന്നലെ പറഞ്ഞു വരണോ? ഇന്നലെ ഞാൻ പറഞ്ഞു, ഇന്നിപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞു. പേര് കൊടുത്തു അമ്മ, എന്തായാലും വരണം കേട്ടോ. പേര് മാത്രം കൊടുത്താ മതിയോ? ഡ്രസ്സൊക്കെ വേണ്ടേ? അച്ഛൻ തരാന്ന് പറഞ്ഞു. അച്ഛൻ കുറേ കൊണ്ടുവരും. ഒരു കാര്യം ചെയ്യ്, നീ പാട്ടിന് പേര് കൊടുത്തിട്ടില്ലേ? അതിന് മാത്രം ചേർന്നാ മതി. അപ്പൊ ഞാനോ? നീ ഇപ്പൊ ഒന്നും ചെയ്യണ്ട. അത് പറ്റൂല, എനിക്കും ചെയ്യണം എന്തെങ്കിലും. എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ നീ ഒരു കാര്യം ചെയ്യ, ടീച്ചറിനോട് പോയിട്ട് പാട്ട് പാടാന്ന് പറ. അല്ല അമ്മ, അത് ഇന്നലെ പേര് കൊടുക്കണായിരുന്നു. ഇപ്പൊ ഒന്നിനും പോവണ്ട, അത്ര തന്നെ. മനസ്സിലായോ? എനിക്ക് പോണം. നീ കിടന്ന് കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇല്ല, ഞാൻ പേര് കൊടുത്തു, ഇനിയിപ്പോ പോണം. പേര് കൊടുക്കുന്നതിന് മുമ്പ് എന്നോട് ചോദിക്കണ്ടായിരുന്നോ? അല്ലേ? പേര് കൊടുത്തിട്ടല്ലേ നിങ്ങൾ വന്ന് എന്നോട് പറഞ്ഞത്? എന്ത് കഷ്ടണമ്മ, കഷ്ടപ്പെട്ടല്ല പാണ്ഡ്യ നമ്മൾ പഠിപ്പിച്ചത്. നീ പോയി പാണ്ഡിമാമനോട് പറ. അല്ല പിന്നെ എന്താണ് അലിയേ? എന്നാ ശരി. എന്ത് എന്താ നിനക്ക്? ഒന്നുമില്ല. പിന്നെ എന്താണ്? ഇവർക്കിന്ന് യൂത്ത് ഫെസ്റ്റിവലാ, വല്ല ഓർമ്മയുണ്ടോ? ആ, യൂത്ത് ഫെസ്റ്റിവലാണെങ്കിൽ പൊക്കോട്ടെ, അതിനെന്താ കുഴപ്പം? ചുമ്മാ കൈയും വീശി അങ്ങോട്ട് ചെന്നാ മതി അല്ലേ? പിന്നെ എന്താന്ന്, യൂത്ത് ഫെസ്റ്റിവലിന് പോയാ പോരെ? ഡ്രസ് എടുത്താ? ഡ്രസ്സ് എടുത്തിട്ടില്ല, ഡ്രസ്സിനുള്ളത് വേണ്ട, വേറെ ഏതെങ്കിലും ചേർന്നാ മതി. ഞാൻ പാട്ടിന് ചേർന്നിട്ടുണ്ട്. ആ, നീ പാട്ട് പാടിക്കോ, അതിനെന്താ കുഴപ്പം? ഞാൻ കണ്ണനാ ചേർന്നേക്കണേ. എന്തേ കണ്ണൻ, മറ്റേ അത്. എന്ത് കണ്ണൻ? കൃഷ്ണനോ? ആ, അതൊന്നും വേണ്ട. നീ അപ്പറച്ചന്റെ വേഷമൊന്നും വേണ്ട, അതൊന്നും ശരിയല്ലേ. സ്കൂളിൽ വെറുതെ ആവശ്യമില്ലാതെ കുട്ടികളെ കണ്ടാൽ കൂടെ പഠിപ്പിക്കാൻ നിൽക്കാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? നീ വല്ല പദ്യം ചെല്ലുന്നതിനും ചേർന്നോ? മലയാള പദ്യം, ഹിന്ദി പദ്യം അങ്ങനെയൊക്കെ ഇല്ലേ? അത് ഇന്നലെ മിസ് ചോദിച്ചപ്പോ പറയണായിരുന്നു. അപ്പൊ എന്താ ഇന്നലെ പറയാതിരുന്നത് നീ? ഇന്നലെ മിസ് ചോദിച്ചപ്പോ ഞാൻ കണ്ണനായ മതി എന്ന് പറഞ്ഞു. ആ, കണ്ണനായാ മതി പറഞ്ഞ കണ്ണന് പിന്നെ ഈ ഇതൊക്കെ വേണ്ടേ? അതിന് പൈസ വേണ്ടേ? അച്ഛൻ്റെ കയ്യിൽ പൈസ ഇല്ലേടി, അതല്ലേ. ഇന്നലെ കുടിച്ചില്ലേ? കുട്ടികൾക്ക് വരെ കാര്യം മനസ്സിലായി തുടങ്ങി. എന്നാലും ഇങ്ങേര് പഠിക്കില്ല. നിങ്ങൾക്ക് അതിനുള്ള യോഗമൊന്നും ഇല്ല മക്കളെ. ഒന്നിനും പോവേണ്ട, ഇവിടെ തന്നെ ഇരുന്നോ. സ്കൂളിൽ പോവേ വേണ്ടെന്ന്. നീ കുട്ടികളോട് ദേഷ്യപ്പെടുന്ന എന്തിനാടി? അതെ, കുട്ടികളോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. പക്ഷെ ഞാൻ എന്റെ വിഷമം ആരോടും പറയും. നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇന്നലെ നിങ്ങൾ മേടിക്കാൻ പോയതല്ലേ, എന്നിട്ട് തിരിച്ചു വന്ന കോല എങ്ങനെയാന്ന് ഓർമ്മയുണ്ടോ? നീ എന്തിനാ നടന്ന് പറയാൻ എന്തിനടി ഒച്ചെടുക്കണേന്ന്? ഈ കുട്ടികൾ ഇന്ന് ചെല്ലുമ്പോ നാളെ കിടില്ല മനുഷ്യ. എടി, സ്കൂളിലെ യൂത്ത് ഫെസ്റ്റിവലിൽ ചേരുന്ന കാര്യമല്ലേ, അല്ലാണ്ട് മല മറിക്കണ കാര്യമൊന്നും അല്ലല്ലോ അത്. യൂത്ത് ഫെസ്റ്റിവൽ വർഷത്തിൽ ഒരിക്കലേ വരത്തുള്ളൂ. ഇനി അടുത്ത വർഷം വരെ ഈ പിള്ളേരെ കാത്തിരിക്കണം. ഇവരോട് ഞാൻ കാലാകാലം ചേരണമെന്നല്ല പറഞ്ഞത്. ഈ പ്രാവശ്യം ചേരണ്ട. ഇപ്രാവശ്യം വല്ല പദ്യത്തിനോ പാട്ടിനോ അങ്ങനെയൊക്കെ ചേർന്നൂടെ? ഒന്നിനും പോണ്ട, പറഞ്ഞിട്ടില്ലേ? ഒന്നിനും പോണ്ട. നിങ്ങൾ നിർത്തിയ ഞങ്ങൾ സ്കൂളിൽ പോയിക്കൊള്ള മതിയില്ലേ? കലോത്സവത്തിന് പോകണൊരു താങ്ക് യു. അതെ, ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ സ്കൂളിലേക്ക് പോയിക്കോ കേട്ടോ. ഈ എന്തെങ്കിലും മേക്കപ്പിന് പറ്റിയ എന്തെങ്കിലും സംഗതികൾ ആരെങ്കിലും കിട്ടുമോ അച്ഛനൊന്ന് നോക്കട്ടെ കേട്ടോ. കൃഷ്ണന്റെ വേഷമല്ലേ, അതിന് പറ്റിയ എന്തെങ്കിലും സംവിധാനം പറ്റുമോ ഞാൻ നോക്കിയോട്ടെ കേട്ടോ. എപ്പോഴും ടോട്ടോ എന്ന് പറഞ്ഞിരിക്കണ്ട, ലാസ്റ്റ് ടോട്ടോ ആവട്ടോ. എന്താ വാസിട്ടിട്ട് ബഹളോ? എന്താ ഒരു കാര്യമില്ലാതെ വെറുതെ അങ്ങടും പറയണത്. അത് നിൽക്കണല്ലേ, ചോദിച്ചു നോക്ക്. എന്തേ? എന്തടാ? കലോത്സവത്തിന് വിടണില്ല ഞങ്ങളെ രണ്ടുപേരും. എന്താണ് മല്ലിക ഓരോ വിടാത്ത്? ഇവര് ചേർന്നിരിക്കുന്ന ഫാൻസി ഡ്രസ്സിനാണ്. അതിന് ഇന്നലെ മേടിക്കാൻ പോയതാണ് ഇവിടുന്ന് ഒരാള്. എന്നിട്ട് തിരിച്ചു വന്ന കോലം നീ കണ്ടല്ലേ? ഓള് ഇന്നലെ തൊട്ട് ആ പ്ലാവിലന്റെ കിരീടൊക്കെ വെച്ച് അത്ര ആഗ്രഹിച്ചതല്ലേ. എന്താ ചെയ്യാ, ഇവർക്കൊന്നും അതിനുള്ള യോഗമില്ല. അത് തന്നെ. അപ്പൊ എല്ലാരും ഒരുക്കും. എന്റെ മോളെ, നീ ഇന്ന് പോവണ്ട. നമ്മ പറഞ്ഞ് മനസ്സിലായില്ലേ നിനക്ക്? ഈ വിഷമിക്കണ്ട കേട്ടോ, കൈക്ക്. ഡാ, ഈ പോണില്ലേ? പാട്ട് പാടിക്കോട്ടാ. കൈക്ക് വിഷമിക്കണ്ട. വാപ്പ എനിക്കൊന്നും മനസ്സിലാവണില്ല. എടത്തിരി മനസ്സിലായില്ലെങ്കിലും വെക്കതായിട്ട് അത് പഠിച്ചിട്ട് പാടണം കുട്ടി. എന്നാലേ ഫസ്റ്റ് ഒക്കെ കിട്ടുള്ളൂ. അല്ലാണ്ട് മാപ്പിള പാട്ട് പറഞ്ഞിട്ട് എന്തെങ്കിലും അങ്ങോട്ട് പാടിയിട്ട് കാര്യമില്ല. ആൾക്കാർ ശ്രദ്ധിക്കണ്ടേ? വരിയൊന്നും മനസ്സിലാവണില്ല. അത് കഷ്ടപ്പെട്ട് പഠിക്കണോ? അങ്ങനെ തന്നെയാണ്. അല്ലാണ്ട് വെറുതെ ഇരുന്ന് ചോറ് കഴിക്കണ മാതിരിയല്ല. ഇതിപ്പോ പാടി കഴിഞ്ഞാല് ഇപ്പൊ നമ്മുടെ നാട്ടില് മലവെള്ളമൊക്കെ വന്നിട്ട് ആൾക്കാർക്ക് അതിന്റെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലായി, വെള്ളപ്പൊക്കം വന്നിട്ട്. അപ്പൊ ഈ പാട്ട് പാടി കഴിയുമ്പോ ജഡ്ജസ് ശ്രദ്ധിക്കും. സമകാലികം അങ്ങനൊക്കെ ഉണ്ടീല്.
അപ്പോഴാണ് മാർക്ക് കിട്ടുക. ഇജ്ജ് പാട്, ഞാൻ ഒന്നുകൂടി പാടിയാരാ. ഇമ്മലയാളത്തിക്കുറി വന്നതുപോലത്തൊരു മലവെള്ളം തമ്മിൽ മുമ്പ് കേറിയതാരും കണ്ടില്ല. എത്ര മാടും പീടിക വീടും തോടും മല കുന്നും കുത്തിയിടിഞ്ഞു പോയൊരു പോക്കും കണ്ടില്ല. പാട്. ഇമ്മലയാളത്തി പാടട കുട്ടിയേച്ചിന്റെ കൂടെ ഇമ്മലയാളത്തിക്കുറിശി വീണത്. തിക്കുറിശി എന്ന് പറഞ്ഞ ഒരു സിനിമ നടനാണ്. എന്താ അത് ഇതില് കൊണ്ടുവരുന്നത്? ആ തിക്കുറിശല്ല, ഇക്കുറി. ഇമ്മലയാള തിക്കുറി എന്ന് പറഞ്ഞാല് ഈ മലയാള നാട്ടില് ഇക്കുറി വന്ന മലവെള്ളം, അതിനെ കുറിച്ചാണ് പാടുന്നത്. ഇമ്മലയാള തിക്കുറി വന്നത് പാട്. ഇമ്മലയാളത്തിക്കുറി വന്നത് കഴിഞ്ഞില്ലേ? എപ്പ തുടങ്ങിയതാട്ടാ ഇവനക്ക് ഈ പാട്ട് ഇത് പാടിയ മാർക്ക് ഉറപ്പാണ് ഇപ്പഴേ. ഡാ, ഇതിനൊക്കെ ചേർന്ന് സമ്മാനം കിട്ടിയാലേ ഗ്രേസ് മാർക്ക് കിട്ടൂ. ഉമ്മ, എനിക്ക് വാപ്പ വലിയ പാട്ടാ പഠിപ്പിച്ചു തരുന്നേ. എടാ വലിയ പാട്ടൊന്നുമില്ല, ഇത് സാധാരണ മാപ്പിള പാട്ടിൽ ഇത്തിരി കട്ടി കുറഞ്ഞതാണ് ഇത്. ഇതിപ്പോ എന്താ അറിയോ, ഓൻ ഇതിനൊന്നും താല്പര്യമില്ല. അതാണ് താല്പര്യമുള്ള കുട്ടികളെ ഓരോരുത്തർ വിടാതിരിക്കണ്. ആരെ വിടാത്തത്? നമ്മടെ അമ്മു. ഏ ഓളെന്ത് നന്നായിട്ട് ഡാൻസ് കളിക്കൂ, പിന്നല്ലേ അഭിനയിക്കൂലേ. പിന്നെ ഇപ്പൊ തന്നെ അവിടെ എന്തോ പ്ലാവിലേന്റെ കിരീടൊക്കെ വെച്ച് കളിക്കണുണ്ട്. എത്ര ദിവസം അയച്ചിട്ടാ അതിന്റെ ഇടയിൽ ഡാൻസും തൊക്കെ അറിയണ കുട്ടിയല്ലേ. എന്താ എന്നിട്ട് ഇപ്പൊ ഒരു വിടണില്ല ഓല്. എന്താ ഓരോന്നും പോയി കളിക്കണ്ടല്ലോ, ഓളല്ലേ പോയി കളിക്കണത്. പിന്നെന്താണ്? അച്ഛന് പിന്നെ പാട്ടായതുകൊണ്ട് ഓൻ പറഞ്ഞു എന്നെ വിട്ടാലും ഇല്ലെങ്കിലും ഞാൻ പോയി പാടുന്നു. ഇനി എന്റെ വേഷോ സാധനങ്ങളൊക്കെ വേണ്ടേ, അതൊന്നും ഒരു മേടിച്ചു കൊടുക്കൂലെന്ന്. എനിക്കാണെങ്കിൽ ആകെ വിഷമായി. ആ കുട്ടി ഉണ്ടല്ലോ ഇങ്ങനെ തൂങ്ങിയിരിക്കുക വിഷമം കൊണ്ട്. അത് കളിക്കണില്ലേ? കളിക്കണില്ല. ഓര് പിന്നെ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ജന്തുക്കളായിരിക്കും ഇവറ്റക്ക് വിവരമില്ലായിരിക്കോ? എന്നിട്ട് വാസുട്ടിക്ക് എന്താ തലക്ക് ബോധമില്ലേ? ഇതൊക്കെ മാർക്ക് കിട്ടി കഴിഞ്ഞാൽ SLC ഗ്രേസ് മാർക്ക് കൂടുതൽ കിട്ടും. അങ്ങനൊക്കെ ഉണ്ട് ഇതിന് പഠിച്ചാല്. കേട്ടാ, കണക്കിന് മുട്ടല്ലേ കിട്ടാറ്? 2 രണ്ടു പറഞ്ഞാൽ എന്റെ ഉമ്മി പറഞ്ഞ ഞാൻ കൊടുക്കാം. എന്റെ 2 മാർക്ക്. എടാ, ഈ മാർക്ക് കിട്ടിയാക്കി ജയിച്ചു പോരൂ, പഠിക്കങ്ങട്ട്. എടാ ചേക്കപ്പ അവിടുത്തെ കഥ കേട്ടോ. ഓരോരോ കുട്ടികൾക്ക് ആഗ്രഹം ഉണ്ട്, എന്നിട്ട് മാതാപിതാക്കൾ വിടാണ്ട് പറ്റാണ്ടിരിക്കാണ്. അനക്കോ ഇവിടെ എല്ലാം ചെയ്തു തരേണ്ട ആവശ്യത്തിനൊക്കെ പഠിപ്പിച്ചും തന്നിട്ട് ഈ ജാതിയാണെന്ന് വെച്ചാല് പിന്നെ എന്താ ചെയ്യണത്? ഇതൊന്ന് പാടന്റെ പൊന്നാര മോനെ. ഇമ്മലയാളത്തിക്കുറി വന്നതുപോലെ മഴവെള്ളം എന്താ കഥ വായിക്കച്ച്? കഥയില ഈ പങ്കെടുത്തേക്കണത്? ഇത് പാട്ടല്ലടാ കുട്ടിയെ.